മലയാള ചലച്ചിത്ര ലോകത്തിനും പ്രേക്ഷകർക്കും ഒരുപോലെ അഭിമാനിക്കാൻ വക നൽകുന്ന പുരസ്കാര പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയും സംഗീതവും വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ നിമിഷമാണിത്. പതിവ് പോലെ വെള്ളിത്തിരയിലെ വിസ്മയമായ പ്രകടനത്തിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരിക്കൽ കൂടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു. അവാർഡ് നേട്ടങ്ങളുടെ തിളക്കത്തിൽ മലയാളത്തിന്റെ സ്വന്തം ഗായിക വൈക്കം വിജയലക്ഷ്മിയും ക്യാമറ കണ്ണുകളിലൂടെ ദൃശ്യവിസ്മയം തീർത്ത ഷഹനാദ് ജലാലും ഇടം പിടിച്ചപ്പോൾ ഈ വർഷത്തെ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ആ വന്യമായ ചിരി, ആ കണ്ണുകളിലെ ക്രൂരത, ഒരു ചിരിയിൽ കൊലയാളിയുടെ ഭീകരത ഒളിപ്പിച്ച കൊടുമ്മൻ പോറ്റിയെ അത്ര വേഗം ആർക്കും മറക്കാൻ കഴിയില്ല. ഇപ്പോഴിതാ ആ അമാനുഷിക പ്രകടനത്തിന് മുന്നിൽ ഇന്ത്യൻ ചലച്ചിത്ര ലോകം ഒന്നടങ്കം തലകുനിച്ചിരിക്കുകയാണ്. ബ്രഹ്മയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്ഭുത ചിത്രത്തിലൂടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. ഇത് മമ്മൂക്ക എന്ന നടന് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ചരിത്ര നിമിഷമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ ശരിക്കും ഭയന്നു വിറച്ചു. അധികാര ഭ്രാന്തും ക്രൂരതയും നിറഞ്ഞ കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമായി മമ്മൂക്ക ക്യാമറയ്ക്ക് മുന്നിൽ നിറഞ്ഞാടുകയായിരുന്നു. പ്രായത്തെ വെല്ലുന്ന ലുക്കിലും ശബ്ദ ഗാംഭീര്യത്തിലും ഒരു നോട്ടം കൊണ്ട് പോലും ഭയം ജനിപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. എന്തുകൊണ്ടും പൂർണ്ണമായി അർഹിച്ചതാണ് ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയ്ക്ക് ലഭിച്ച ഈ അവാർഡ് എന്ന് ചലച്ചിത്ര ലോകം ഒരേ സ്വരത്തിൽ പറയുന്നു. ഈ ഒരു നേട്ടത്തോടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്ര താളുകളിൽ മമ്മൂട്ടി തന്റെ പേര് ഒരിക്കൽ കൂടി സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർത്തിരിക്കുകയാണ്. മികച്ച നടനുള്ള അദ്ദേഹത്തിന്റെ 4ാമത്തെ ദേശീയ അവാർഡ് നേട്ടമാണിത്. 1989 മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, 1993 വിധേയൻ, പൊന്തന്മാട, 1998 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഇതാ ഇപ്പോൾ 4ാമതും ഇന്ത്യൻ സിനിമയുടെ ഉമ്മറത്ത് ചാരുകസേര വലിച്ചിട്ടിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക. 70കളിലും അഭിനയത്തോടുള്ള ആർത്തി കുറയാത്ത, ഓരോ കഥാപാത്രത്തിനും വേണ്ടി സ്വയം പുതുക്കുന്ന ഈ പ്രതിഭ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു അത്ഭുതമാണ്. പുതുതലമുറ സംവിധായകർക്കൊപ്പം ചേർന്ന് പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യാനും അതിലൂടെ ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ കൊടി ഉയർത്താനും മമ്മൂക്ക കാണിക്കുന്ന ആർജവം തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഈ ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവൽ മാത്രമല്ല, വരാനിരിക്കുന്ന വലിയ വേഷങ്ങൾക്കുള്ള തുടക്കം കൂടിയാണ്. ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റിയുടെ ആ വന്യമായ പ്രകടനം കണ്ടപ്പോൾ തന്നെ ആരാധകർ ഉറപ്പിച്ചതാണ് ഈ അവാർഡ്. ഒടുവിൽ അത് ഔദ്യോഗികമായി മമ്മൂക്കയെ തേടിയെത്തുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് മമ്മൂട്ടി എന്ന വിസ്മയത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. തന്റെ കാന്തിക ശബ്ദം കൊണ്ട് ലക്ഷക്കണക്കിന് സംഗീത ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ പ്രിയ ഗായിക വൈക്കം വിജയലക്ഷ്മി ഈ വർഷത്തെ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് വെറുമൊരു പുരസ്കാരം മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ഒരു വലിയ ആത്മവിശ്വാസത്തിന്റെ വിജയഗാഥ കൂടിയാണ്. കാഴ്ചശക്തി ഇല്ലായ്മ തന്റെ സംഗീതത്തിന്റെ പ്രകാശം കൊണ്ട് തോൽപ്പിച്ച അത്ഭുത കലാകാരിയാണ് വിജയലക്ഷ്മി. പ്രതിബന്ധങ്ങൾ കഴിവിന് മുന്നിൽ എത്ര ചെറുതാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അവർ തെളിയിച്ചു. മനസ്സുകൊണ്ട് പാടുമ്പോൾ ഈ ലോകം മുഴുവൻ അത് കേൾക്കുമെന്ന് വിജയലക്ഷ്മിയുടെ ഓരോ ഗാനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സംഗീതം ഒരു ഭാഷയല്ല, മറിച്ച് ആത്മാവിന്റെ ആവിഷ്കാരമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് അവരുടെ ഈ പുതിയ നേട്ടവും. ടൊവിനോ തോമസ് നായകനായ ബിഗ് ബജറ്റ് ചിത്രം ARM എന്ന സിനിമയിലെ അങ്ങുവാനക്കോണിലെ എന്ന മനോഹരമായ ഗാനമാണ് വിജയലക്ഷ്മിയെ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. തിയേറ്ററുകളിൽ ഈ ഗാനം കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. വിജയലക്ഷ്മിയുടെ അസാധ്യമായ റേഞ്ചിലുള്ള ശബ്ദം ഗാനത്തിന് ഒരു പുതിയ തലം നൽകി. ലളിതമെങ്കിലും കേൾവിക്കാരനെ പിടിച്ചിരുത്തുന്ന ഈണമായിരുന്നു ഈ പാട്ടിൻ്റെത്. വരികളുടെ ആഴം പൂർണ്ണമായി ഉൾക്കൊണ്ട് വെറുമൊരു ഗാനം എന്നതിലുപരി അതൊരു അനുഭവമാക്കി മാറ്റാൻ വിജയലക്ഷ്മിക്ക് സാധിച്ചു. ഒരു ഗായിക എന്നതിലുപരി നമ്മയൊക്കെ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന വ്യക്തിത്വമാണ് വൈക്കം വിജയലക്ഷ്മിയുടേത്. അവർക്ക് ലഭിച്ച ഈ അവാർഡ് മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റി കഴിഞ്ഞു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ദൃശ്യാവിഷ്കാരം കൊണ്ട് സമാനതകളില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ച ചിത്രമാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ പുറത്തിറങ്ങിയ ഈ ഹൊറർ പരീക്ഷണ ചിത്രം കേവലം ഒരു കഥ പറയലല്ല ചെയ്തത്, മറിച്ച് പ്രേക്ഷകരെ ആ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ ദുരൂഹത നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് തളച്ചിടുകയായിരുന്നു. ഈ ദൃശ്യവിസ്മയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാന്ത്രികൻ മറ്റാരുമല്ല, പ്രശസ്ത ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാലാണ്.
മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ അത് മലയാള സിനിമയിലെ ഒരു പുതിയ ദൃശ്യ സംസ്കാരത്തിനുള്ള അർഹമായ അംഗീകാരമായി മാറുന്നു. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ കഥ പറയുന്നതിൽ ദൃശ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. നിറങ്ങളുടെ അകമ്പടികളില്ലാതെ കറുപ്പും വെളുപ്പും ഗ്രേ ഷെയ്ഡുകളും മാത്രം ഉപയോഗിച്ച് ഭയത്തിന്റെയും അധികാരത്തിന്റെയും നിഗൂഢതയുടെയും ഭാവങ്ങൾ സ്ക്രീനിൽ സൃഷ്ടിക്കുക എന്നത് അങ്ങേയറ്റം വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഷഹനാദ് ജലാൽ തന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഈ വെല്ലുവിളിയെ ഒരു അത്ഭുതമാക്കി മാറ്റി. വെളിച്ചത്തിന്റെ നേരിയ കിരണങ്ങളും ഇരുളിന്റെ ആഴവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ചിത്രത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മമ്മൂട്ടി എന്ന നടന വിസ്മയം തകർത്താടിയ കൊടുമൻ പോറ്റിയുടെ തറവാടും അതിന്റെ ഓരോ കോണുകളും പ്രേക്ഷകനിൽ ഭയമുണർത്തുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഷഹനാദ് ജലാലിന്റെ ഫ്രെയിമുകളിലെ കൃത്യതയും ലൈറ്റിങ്ങും കഥാതന്തുവിനോട് 100% നീതി പുലർത്തുന്നതായിരുന്നു. പരമ്പരാഗത ലൈറ്റിംഗ് രീതികളിൽ നിന്ന് മാറി കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഷാഡോ പ്ലേയും ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും ചിത്രത്തിന് കൂടുതൽ ആഴം നൽകി. ഓരോ വിഷ്വലും കഥയുടെ ഭീകരതയും നിഗൂഢതയും ഇരട്ടിയാക്കി മാറ്റി. കൊമേഴ്ഷ്യൽ സിനിമകളുടെ പതിവ് ഫോർമുലകളിൽ നിന്ന് മാറി ഒരു പരീക്ഷണ ചിത്രത്തിന് ഇത്രയധികം വശ്യമായ ദൃശ്യഭംഗി നൽകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ തെളിവാണ്. ഫ്രെയിമുകളിലെ സൂക്ഷ്മതയും കഥാതന്തുവിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള അസാധ്യമായ വിഷ്വലുകളുമാണ് അദ്ദേഹത്തിന് ഈ വലിയ നേട്ടം സമ്മാനിച്ചത്. മമ്മൂട്ടി എന്ന മഹാമേരുവിന്റെ പ്രകടനത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നത് ഷഹനാദ് ജലാലിന്റെ ഫ്രെയിമുകളായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ പുരസ്കാരം മലയാള സിനിമയിലെ ഛായാഗ്രഹണ ശാഖയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുമെന്നതിൽ സംശയമില്ല. സമകാലിക സമൂഹത്തിലെ പ്രസക്തമായ ഒരു വിഷയം ഹാസ്യത്തിന്റെ ഉടമ്പടിയോടെയും വൈകാരികമായും അവതരിപ്പിച്ച ഫെമിനിസ്റ്റ് ഫാത്തിമയാണ് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റിലീസ് ചെയ്ത സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ ചിത്രം അതിന്റെ ശക്തമായ പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ജൂറിയുടെ പ്രത്യേക പ്രശംസയും അവാർഡും പിടിച്ചെടുക്കുകയായിരുന്നു. മലയാള സിനിമയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന പുരസ്കാര പ്രഖ്യാപനങ്ങളാണ് ഇവയെല്ലാം. മമ്മൂട്ടി എന്ന നടന വിസ്മയവും വിജയലക്ഷ്മിയുടെ സംഗീതവും ഷഹനാദ് ജലാലിന്റെ ദൃശ്യഭംഗിയും ഫെമിനിറ്റി ഫാത്തിമ എന്ന മികച്ച ചിത്രവും മലയാള സിനിമയുടെ പെരുമ ഇനിയും കൂട്ടുമെന്നതിൽ സംശയമില്ല. അവാർഡ് ജേതാക്കളായ എല്ലാ പ്രതിഭകൾക്കും യൂടോക്കിന്റെ വക ഹൃദയം നിറഞ്ഞ ആശംസകൾ.